അപ്പോഴേ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. LBSൻ്റെ തന്നെ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, LBS MCAക്ക് ചോദിച്ചിട്ടുള്ള 24 ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് ഇവിടെ ഉണ്ട്, ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ മാത്സ് പാർട്ടാണ് നോക്കുന്നത്, ഓൺലി മാത്സ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CS-ൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു 250+ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 1 മുതൽ 50 വരെ ക്വസ്റ്റ്യൻസ് എന്താണ്, CS-ലെ ക്വസ്റ്റ്യൻസാണ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക. ഈ ഭാഗം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ MCAൻ്റെ പ്ലേലിസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസാണ് എവിടെ നിന്നുള്ളത്, നമ്മുടെ CS-ൻ്റെ പാർട്ട് എന്നുള്ളത്. ഇനി അടുത്ത് നമ്മൾ വരുമ്പോൾ മാത്സ് ആണ്. മാത്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി നമ്മളിതിൻ്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയും അതുപോലെ തന്നെ ചെയ്ത് നോക്കാം. ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ കൂടി ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇനി വല്ലാണ്ട് ലാഗ് വേണ്ട, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഒരു +2 ലെവൽ മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു സാധനം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ LBSൻ്റെ MCAയുടെ സിലബസ് എന്ന് പറയുന്നത് ടോപ്പിക്സ് എന്ന് വരുന്നത് +2 ലെവൽ മാത്സ് ആണ്. എന്താണ്, +2 മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ +2 മാത്തമാറ്റിക്സിൻ്റെ LBS സിലബസിൽ വരുന്ന കംപ്ലീറ്റ് സാധനത്തിനെ ഒരു വീഡിയോ ആക്കിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ വരുന്ന വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തുള്ളൂ, അതായത് ക്വസ്റ്റ്യൻസ് അല്ല, കംപ്ലീറ്റ് ഇക്വേഷൻസ് ആണ്. ഓരോ ഫോർമുലയാണ്, ഇക്വേഷൻസ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ആ ഫോർമുല ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ആ ഫോർമുല പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലാസ്റ്റ് റിവിഷനായിട്ട് നിങ്ങൾക്ക് കാണാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ദ റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ ഈസ് 3:4. ദെൻ ദ റേഷ്യോ ഓഫ് ദെയർ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, സിമിലർ ട്രയാങ്കിളിൻ്റെ കേസിലാണ്. കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3:4 റേഷ്യോയിലാണ് തന്നിട്ടുണ്ട്. 3:4 റേഷ്യോയിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയയുടെ റേഷ്യോ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏരിയയുടെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സിമിലർ ട്രയാങ്കിളിൻ്റെ കേസിൽ ദ റേഷ്യോ ഓഫ് ദെയർ ഏരിയാസ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്, 4a സിമിലർ ട്രയാങ്കിൾ, ഒരു സിമിലർ ട്രയാങ്കിളിൻ്റെ കേസിൽ ദ റേഷ്യോ ഓഫ് ദെയർ ഏരിയ എന്ന് പറയുന്നത്, ദ റേഷ്യോ ഓഫ് ദെയർ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു ദി സ്ക്വയർ ഓഫ് റേഷ്യോ ഓഫ്, എഴുതുന്നത് ക്ലിയർ അല്ല എന്നറിയാം, എന്നാലും മനസ്സിലാക്കുക. സ്ക്വയർ ഓഫ് റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് എന്നാണ്. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് സൈഡ്സ് തന്നിട്ടുണ്ട് 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും, 3:4 ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡിൻ്റെ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ് എന്ന് പറയുന്നത്
നമുക്കെന്താ 3:4 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 3² എന്ത് വരും? 3² 4² എന്ന് വരും. 4². ദാറ്റ് ഈസ് 9:16 എന്ന് വരും അല്ലേ? ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിൻറ്റ് -2, -5 ഫ്രം ദി y ആക്സിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിൻറ്റ് -2, -5 എവിടെയാണ് ചോദിച്ചിട്ടുള്ളത്? y ആക്സിസിൽ നിന്നാണ്. അതായത് y ആക്സിസിൽ നിന്ന് അല്ലെങ്കിൽ y ആക്സിസിൽ നിന്നൊരു പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് അല്ലേ? ഡിസ്റ്റൻസുണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഷോർട്ടസ്റ്റ് വേ ആണ്, ഷോർട്ടസ്റ്റ് പാത്താണ്. ഓക്കെ, ഇനി നമ്മളോട് ഇവിടെയും നേരത്തെ പോലത്തെ ഒരു സാധനം ഉണ്ട്. അതായത് ഷോർട്ടസ്റ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് എനി പോയിൻറ്റ് എവിടുന്ന് എനി കോർഡിനേറ്റ് പോയിൻറ്റ് x, y ഫ്രം y ആക്സിസ് ആണെങ്കിൽ അതെന്ന് പറയുന്നത് അതിൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും. എക്സിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും. അതായത് എന്താണ്? ഷോർട്ടസ്റ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓഫ് എനി കോർഡിനേറ്റ് പോയിൻ്റ് x, y എന്ന് പറയുന്നത് ഫ്രം ഫ്രം ദി y ആക്സിസ്. ഇനി തിരിച്ച് x ആണെങ്കിൽ തിരിച്ച് അതെന്ത് y ആയിരിക്കും വരിക. ഈസ് ഗിവൺ ബൈ എന്തെന്നാണ് പറഞ്ഞത്? അതെന്തായിരിക്കും? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. എന്താണ്? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എക്സ് കോർഡിനേറ്റ് എന്താ? -2 ആണ്. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. -2. അപ്പോൾ -2ൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്താ? 2 ആണ്. അപ്പോൾ 2 യൂണിറ്റ് ആയിരിക്കും നമ്മുടെ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു ബാഗിൽ 3 റെഡ്, 4 ബ്ലൂ, 5 ഗ്രീൻ ബോളുകളുണ്ട്. ഈ ബോളുകൾ എന്ത് ചെയ്തു? റാൻഡംലി എടുത്തു. എ ബോൾ ഈസ് ഡ്രോൺ റാൻഡംലി ഫ്രം ദ ബാഗ്. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താണ്? ദ ഡ്രോൺ ബോൾ എന്ന് പറയുന്നത് ഏതാ? നോട്ട് റെഡ് ആവരുത്. ഓക്കെ, ഈസിയാണ്. റെഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് 3 എണ്ണമാണ് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. 4 ബ്ലൂ ആണെന്ന് തന്നിട്ടുണ്ട്. 4 ബ്ലൂ ഉണ്ട്, 5 ഗ്രീൻ ഉണ്ട്. ഇവിടെ എന്താവരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്? നോട്ട് റെഡ് എന്ന് പറഞ്ഞാൽ എന്താവാം? ബ്ലൂവും ആവാം, ഗ്രീനും ആവാം. ബ്ലൂ എന്ന് പറഞ്ഞാൽ 4 ഉണ്ട്, ഗ്രീൻ എന്ന് പറഞ്ഞാൽ 5 ഉണ്ട്. മൊത്തം എത്ര ഉണ്ട്? 9 പോസിബിലിറ്റി ഉണ്ട്. ആകെ നമ്മുടെ കയ്യിൽ എത്ര ഉള്ളത്? ആകെ ഉള്ളത് ഇവരൊക്കെ കൂടെ കൂട്ടിയതാണ്. 5, 4, 9, 3, 12 ആകെ ഉള്ളത്. അപ്പോൾ 12 എണ്ണത്തിൽ നമുക്ക് എടുക്കാവുന്ന എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. അതല്ലേ അതിൻ്റെ റേഷ്യോ? 9/12 എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 3/4 എന്ന് കിട്ടും അല്ലേ? 3/4 ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The largest coefficient in the expansion of 1 plus x the power whole power എന്താ? 10 ആണ്. 1 plus x the whole power 10 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് +2 ലെവൽ മാത്സിൻ്റെ ആ ഒരു പാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ബൈനോമിയൽ എക്സ്പാൻഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ബൈനോമിയൽ എക്സ്പാൻഷൻ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ബൈനോമിയൽ തിയറം ഓഫ് ജനറൽ ടേം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1+x, സോറി ഇത് സ്ക്രീന് ശരിയാവുന്നില്ല. ഓക്കെ, എന്താണ് എക്സ്പാൻഷൻ? 1+x പവർ n, അതെന്ത് വരും? tk + 1 = n/k അല്ലേ? n/k അല്ല, nk ഇങ്ങനെ വരിക. എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ ഇൻറ്റു n - k ഫാക്ടോറിയൽ. അല്ലെങ്കിൽ ആറാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലാർജസ്റ്റ് കോയഫിഷ്യൻ്റ് ആണ്. ലാർജസ്റ്റ് കോയഫിഷ്യൻ്റ്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ a+b² ആയിരുന്നെങ്കിൽ, a+b² ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? a² + 2ab + b². ഇതിൻ്റെ ലാർജസ്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ലാർജസ്റ്റ് കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താ? എന്താണ്? a² + 2ab + b² ആണ്. ഇതിൻ്റെ ലാർജസ്റ്റ് കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. ഓക്കെ, ഇനി അവിടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ പിരമിഡ് ഉണ്ട്. എങ്ങനെയാണ് വരുന്നത്? 1 1 സൂം ചെയ്ത് കാണിച്ചു തരാം. പിരമിഡ് എങ്ങനെയാണ്? 1 1 ഇങ്ങനെ എഴുതി, 2 ആഡ് ചെയ്യുക, 2 ഇങ്ങനെ എഴുതും. ഓക്കെ, സൈഡിൽ നമ്മൾ 1 1 ഇടും, ഇതിങ്ങനെ ആഡ് ചെയ്ത് പോകും. അപ്പോൾ അത് അറിയാത്തവരത് കാണാം. അപ്പോൾ 1 + 2 എത്രയായി? 3 വരും അല്ലേ? എന്താണ്? 3 വീണ്ടും ഇത് എക്സ്പാൻഡ് ചെയ്ത് പോകും. എത്ര വരും? 4 6 4. ഓക്കെ, ഇങ്ങനെ പോവാം. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് ലാർജസ്റ്റ് കോയഫിഷ്യൻ്റ് എന്ന് പറയുന്ന ആൾ മിഡിൽ ടേമുകാരനാണ്. എന്താണ്? മിഡിൽ ടേമുകാരനാണ്. മിഡിൽ ടേമിൽ വരുന്ന ആളായിരിക്കും എന്ത്? ലാർജസ്റ്റ് കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മിഡിലുള്ള ടേമിൻ്റെ കൂടെ വരുന്ന ആളായിരിക്കും ലാർജസ്റ്റ് കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇത് പറഞ്ഞത് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ പറയാം. ഇപ്പോൾ 2 6 അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഇതേതാ? ഇത് ക്യൂബിൻ്റെ എക്സ്പാൻഷൻ അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഈവനാണ് പവറിലെങ്കിൽ, അതായത് ഇവിടെ ഇപ്പം നടുക്ക് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, സെൻട്രൽ ടേം ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? 3 + 1/2 അല്ലെങ്കിൽ എന്താണ്? അതിൻ്റെ പകുതി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സെൻട്രലായിരിക്കും എന്ത് വരിക? ലാർജസ്റ്റ് കോയഫിഷ്യൻസ് വരിക. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, 10 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ഈവൻ നമ്പർ അല്ലേ? ഈവൻ നമ്പറാണ് 10 എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മിഡിൽ ടേബിളായിരിക്കും. വെൻ n ഈസ് ഈവൻ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് കോയഫിഷ്യൻ്റ് ഒക്കെ അറിയുന്നത് എക്സാക്ട്ലി അറ്റ് k = n/2 k = n/2 അതായത് nk എന്ന് എഴുതുന്ന സമയത്ത് n എന്ന് കിട്ടിയത് 10 ആണ്. k എന്ന് പറയുന്നത് 10 ഈവൻ ആയതുകൊണ്ട് k എന്ന് പറയുന്നത് എന്താണ്? n/2 ആയിരിക്കും എന്നാണ് പറയുന്നത്. k എന്ന് പറയുന്നത് എന്തായിരിക്കും? n/2 ആയിരിക്കും എന്നാണ് പറയുന്നത്. k എന്ന് പറഞ്ഞാൽ n/2 ആയിരിക്കും. അപ്പോൾ 10 ആണ് n എന്ന് പറയുന്നത്. n/2 എന്ന് പറയുമ്പോൾ 5 എന്ന് വരും. ഇങ്ങനെ വരും. ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 10 - 5 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. അതെന്താ? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ സ്ക്വയർ അല്ലേ? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ സ്ക്വയർ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ഹൗ മെനി വേസ് 4 ബോയ്സ് ആൻഡ് 3 ഗേൾസ് ക്യാൻ ബി സീറ്റഡ് ഇൻ എ റോ സോ ദാറ്റ് എക്സാക്ട്ലി സിറ്റ് അൾട്ടർനേറ്റ്ലി. അൾട്ടർനേറ്റ്ലി ആയിട്ട് 4 ബോയ്സിനെയും 3 ഗേൾസിനെയും സീറ്റിലിരുത്തണം ഒരു റോ ആയിട്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിനാകെ പോസിബിൾ എന്താ ഉള്ളൂ, 4 പേരുണ്ടല്ലേ, 4 ബോയ്സ് ഉണ്ട്. അപ്പോൾ 1 2 3 4, 3 ഗേൾസ് എന്ന് പറയുമ്പോൾ ഇടയിൽ ഇങ്ങനെയല്ലേ വരുള്ളൂ. അതായത് ആ പാറ്റേൺ എങ്ങനെയായിരിക്കും? പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ബോയ് ഒരു ഗേൾ, ഒരു ബോയ് ഒരു ഗേൾ, ഒരു ബോയ് ഒരു ഗേൾ, ഒരു ബോയ്. ഇപ്പോൾ 4 ബോയ്സും 3 ഗേൾസും ആയി അല്ലേ. 1 2 3. അപ്പോൾ ഇവരുടെ പൊസിഷൻ എവിടേക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അതായത് ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം. അതായത് ടോട്ടൽ എത്ര ചാൻസ് ഉണ്ട്? അതായത് 3 ഫാക്ടോറിയലാണ് എന്താ വരിക, 3 ഫാക്ടോറിയൽ രീതിയിൽ എന്ത് വരും? അതായത് അത്രയും പോസിബിലിറ്റീസ് ഉണ്ട് പൊസിഷൻസ് ചേഞ്ച് ചെയ്യുക. നമ്പർ ഓഫ് പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 ബോയ്സ് വിൽ 4 പൊസിഷൻ, 4 പൊസിഷൻ 4 ബോയ്സ് വില്ല. അപ്പോൾ നമ്പർ ഓഫ് വെയ്സ് എത്രയാണെന്ന് വെച്ചാൽ, അതായത് നമ്പർ ഓഫ് വെയ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് 4 ഫാക്ടോറിയൽ ആയിരിക്കും. അതായത് 24 തരത്തിൽ മാറിയിരിക്കാം. ഗേൾസിൻ്റെ കേസിൽ എന്ത് വരും? അത് 3 ഫാക്ടോറിയൽ എന്ന് വരും. അത് എത്ര വരും? ഇത് 6 വരിക. ഓക്കെ, നമ്പർ ഓഫ് വെയ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് വെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി വെയ്സ് അല്ല നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എന്ത് വരും? ഈ പറഞ്ഞ 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 6. 6 4 24 4 2 6 2 12 2 14 144. ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇഫ് എക്സ് ബൈ വൈ റേസ് ടു എ മൈനസ് 1 ഈക്വൽ ടു വൈ ബൈ എക്സ് റേസ് ടു എ മൈനസ് 4, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതാണെന്ന് വിചാരിക്കണം. അത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി. എക്സ് ബൈ വൈനെയോ വൈ ബൈ എക്സിനെയോ തിരിച്ചിട്ട് എന്തായി? അതിനെ നേരെ നെഗറ്റീവ് എന്തായി? റെസിപ്രോക്കലായി അല്ലേ. തന്നിരിക്കുന്ന സാധനം അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് അതിൻ്റെ റൈറ്റ് പാർട്ട് നോക്കാം. അതായത് നോക്കിക്കോ, വൈ ബൈ എക്സ് റേസ് ടു എ മൈനസ് 4നെ ഞാൻ മാറ്റി എഴുതാൻ പോവാം. എക്സ് ബൈ വൈ ആക്കാൻ പോവാം. എക്സ് ബൈ വൈ ആണെങ്കിൽ അത് മൈനസ് എ, അതായത് എന്താണോ പവറിലുള്ളത് അതിൻ്റെ നെഗറ്റീവ് ആയില്ലേ റെസിപ്രോക്കൽ എടുത്തപ്പോൾ എന്താണോ പവറിലുള്ളത് അതിൻ്റെ നെഗറ്റീവായി. ഇത് ഈക്വൽ ടു ഒന്നും കൂടി തന്നെ വൃത്തിക്ക് ചെയ്ത് എക്സ് ബൈ വൈ പവറിൽ എന്ത് വരും? മൈനസ് എ ഉള്ളിലേക്ക് പോവും. എന്ത് വരും? മൈനസ് എ പ്ലസ് 4 എന്ന് വരും. അല്ലെങ്കിൽ 4 മൈനസ് എ അല്ലേ, മൈനസ് എ പ്ലസ് 4 എന്ന് വരും. ക്ലിയർ? ആ പ്രശ്നമല്ലല്ലോ. അപ്പോൾ എക്സ് ബൈ വൈ എന്ന് കിട്ടി. ഇനി നമ്മുടെ മെയിൻ ഇക്വേഷൻ തന്നെ വരെ. മെയിൻ ഇക്വേഷനിൽ എന്തുണ്ട്? നമ്മളിപ്പോൾ മാറ്റിയത് ഇയാളെയാണ്. മെയിൻ ഇക്വേഷനിലുള്ള ഇയാളെ തന്നെ എഴുത്. മെയിൻ ഇക്വേഷനുള്ളത് എക്സ് ബൈ വൈ പവറിൽ എന്തുണ്ട്? എ മൈനസ് 1 അല്ലേ. എന്തുണ്ട്? എ മൈനസ് 1 ഉണ്ട്. ഈക്വൽ ടു, ഇപ്പോൾ വൈ ബൈ എക്സ് നമ്മളെങ്ങനെ മാറ്റി എഴുതി? എക്സ് ബൈ വൈ തന്നെ എഴുതി. എക്സ് ബൈ വൈ മൈനസ് എ പ്ലസ് 4 അല്ലെങ്കിൽ 4 മൈനസ് എ എന്ന് എഴുതി. പ്രശ്നമുണ്ടോ? ഓക്കെ, അത് നമ്മളെന്ത് എഴുതി? ഒന്ന് മാറ്റി എഴുതി. ഓക്കെ, എന്താണ്? മാറ്റി എഴുതി. ഇനി എന്താ? ഈ ടേമും എന്താ? ഈക്വലാണ്. ആ 2 ടേമും ഈക്വലാണ്. അപ്പോൾ എന്ത് പറയാം? എ മൈനസ് 1 എന്ന് പറയുന്നത് എ മൈനസ് 1 ഈക്വൽ ടു 4 മൈനസ് എ ആണ്. ഇതിൽ നിന്ന് എ കണ്ടുപിടിച്ചൂടെ? ഓക്കെ, ഈ എനെ ഞാൻ മൈനസ് എനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എന്തായി? 2a ആയി അല്ലേ. അപ്പോൾ 2a ആയി. 2a ഈക്വൽ ടു 4 അവിടെ ഉണ്ട്. മൈനസ് 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 5 ആയി. 2a എന്ന് പറയുന്നത് 5 അപ്പോൾ എ എന്താടാ? എ എന്ന് പറഞ്ഞാൽ 5/2. ക്ലിയർ? എ എന്ന് പറഞ്ഞാൽ 5/2. എൻ്റെ വാല്യൂ 5/2 ആണ്. ഉണ്ടോ? 5/2 ആണ് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത്.
ക്ലിയർ? റെഡി? അടുത്തതിലേക്ക് പോവാം. എന്താണ്? ദ സെൻറ്റർ ഓഫ് സർക്കിൾ x² + y² + 4x + 6y - 24 = 0 ഈസ് അറ്റ്. സെൻറ്റർ എവിടെയാണെന്നാണ് ചോദിച്ചത്. ഈ സെൻറ്റർ എവിടെയാണെന്ന് അറിയണമെങ്കിൽ എന്തറിയണം? സെൻറ്റർ അറിയണമെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ അറിയണ്ടേ? അതിനാണ് പറഞ്ഞത് എന്താണ്, +2 ലെവൽ മാത്സ് അറിയണം, ഇക്വേഷൻസ് അറിയണം. ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാം. അതിലിതൊക്കെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് എന്ത് വരും? x² + y² + 2gx + 2fy - c = 0 എന്ന് പഠിച്ചിട്ടുണ്ട്. ജനറൽ ഇക്വേഷനാണത്. എന്താണ്? ജനറൽ ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്നത് -g, -f ആയിരിക്കും. സെൻറ്റർ എന്ന് പറയുന്നത് -g, -f ആയിരിക്കും സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നോക്കണേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ ഈ 4x എന്ന് പറയുന്നത് എന്താ? 4x എന്ന് പറയുന്നത് 2gx ആണ്. ഇവിടുത്തെ 4x 2gx ആണ്. അങ്ങനെയാണെങ്കിൽ 2fy എന്ന് പറയുന്നതാണ് എന്ത്? ജി പോലെ ഉണ്ടല്ലേ. 2fy എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടുത്തെ 6y എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? x രണ്ടും പോയി. 2g എന്ന് പറയുന്നതാണ് 4 അല്ലേ? 2g എന്ന് പറഞ്ഞാൽ 4. g എന്താ? g എന്ന് പറഞ്ഞാൽ എന്തായി? അപ്പോൾ g = 2 എന്ന് വരും. g = 2 എന്ന് വരും. നേരെ ഇവിടെ നോക്ക്. 2f എന്തായി? 2f എന്ന് പറഞ്ഞാൽ അത് 6 ആണ്. f എന്ന് പറഞ്ഞാൽ എന്താ? 3 എന്ന് വരും. അപ്പോൾ G2-ഉം എന്താണ്? G2-ഉം F3-ഉം ആണ്. അപ്പോൾ സെൻറ്റർ എന്താ? സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ നെഗറ്റീവാണ്. -g -f ആണ്. -g -f ആണ്. അപ്പോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? -2, -3. -2, -3 ഏതാ ഓപ്ഷൻ? അപ്പോൾ എന്തറിയണം? ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ അറിയുന്നവരൊക്കെ സിമ്പിളാണ്. ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും സെയിം സാധനങ്ങളാണ്. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ ചോദിച്ചത്? ലെങ്ത് ഓഫ് ലാറ്റക്സ് റെക്ടം ഓഫ് കർവ് x² = എന്താണ്? 16y ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതറിയണമെങ്കിൽ ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഇത് ഏത് കർവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് മനസ്സിലാവണം. ഇതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇവിടെ ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ റെപ്രസെൻറ്റ് ദാൻ അപ്വേർഡ് ഓപ്പൺ പരാബോളയാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. x² = 4ay ആണ്. 4ay ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആബ്സല്യൂട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആബ്സല്യൂട്ട് ലെങ്ത് എന്ന് പറയുന്നത്, ആബ്സല്യൂട്ട് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് അതെന്തായിരിക്കും? കോയഫിഷ്യൻ്റ് ഓഫ് എന്താണ്? കോയഫിഷ്യൻ്റ് വാല്യൂ ഓഫ് ഈ പറഞ്ഞ 4a ആയിരിക്കും. 4a ആയിരിക്കും. അപ്പോൾ നോക്ക് 4a എന്താണെന്ന് നോക്കിയാൽ മതി. 4a എന്ന് പറയുന്നത് ഇവിടെ എന്താ? 16y. 4ay എന്ന് പറഞ്ഞാൽ ഇവിടെ 16y ആണ്. അപ്പോൾ 4a എന്ന് പറയുന്നത് ഇവിടെ എന്താ? 4a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താണ്? 16 ആണ്. 4aൻ്റെ വാല്യൂ ആയിരിക്കും. അതെന്താണ്? 16 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 16 ആണ്. എന്തറിയണം? പരാബോളയുടെ ജനറൽ ഫോം അറിയണം, ജനറൽ ഇക്വേഷൻ അറിയണം. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈഫ് log 2 to the base 10 എന്ന് പറയുന്നത് 0.3010 ആണെങ്കിൽ then log 10 to the base 2 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, അത് തിരിച്ചിട്ടതാ അല്ലേ? ഓക്കെ, മനസ്സിലാക്കേണ്ട എന്താ? log a to the base b എന്ന് പറയുന്നത് ഈക്വൽ ടു 1/1 log b to the base a ആണ്. ഇതാണ് ഇവിടെ അറിയേണ്ടത്. log a to the base b എന്ന് പറയുന്നത് 1/log b to the base a ആണ്.
അങ്ങനെയാണെങ്കിൽ ഇതെന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് 0.3010 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തേ കണ്ടുപിടിക്കാനുള്ളത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കലായിരിക്കും. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ അതെന്താണ്? അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/0.3010. ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് അങ്ങനൊരു ആൻസർ ഇല്ല. ഇനി ഇതിനെ നമുക്ക് മാറ്റാൻ എങ്ങനെ പറ്റും? നമുക്ക് ഇതെന്താ പോയിൻ്റാണ്. ഈ പോയിൻറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1000 കൊണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1000 എന്ന് വരും. ഇവിടെ പോയിൻറ്റും പോവും. എന്ത് വരും? 3010 അല്ലെങ്കിൽ 301 എന്ന് വരും അല്ലേ? 1000 വരുമ്പോൾ 1000 ബൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 1000 ബൈ 3010. ആ സീറോൻ്റെ അത് നോക്കേണ്ട ആവശ്യമില്ല. പോയിൻ്റ് അപ്പുറത്തല്ലേ? ആ സീറോ വേണ്ട. 1000/301. അതേത് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. എന്തേ ചെയ്തിട്ടുള്ളൂ? ഓക്കെ, ക്ലിയർ? ഓക്കെ, വീണ്ടും അതുപോലത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്നും വിചാരിക്കരുത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടല്ല ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ ആദ്യം ചെയ്തതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. 1.5 മണിക്കൂറിലെ കണ്ടിന്യൂസ് ആയതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ എന്ത് ചെയ്യാത്തത്? പാർട്ടുകളായിട്ട് ഇടാത്തത്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം വളരെ സ്പീഡിലാണ് പറഞ്ഞു. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ എൻറ്റയർ ടോപ്പിക്സാണ്. അതായത് നമുക്ക് വേണ്ട എൻറ്റയർ LBSൻ്റെ ടോപ്പിക്സാണ് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ, പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കാണുമ്പോൾ അതിൽ നമ്മൾ പഠിച്ച ഒരു സാധനം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ബെറ്റർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അത് ചെയ്യാനുള്ള ഒരു വേ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ദ 2 dice ആർ ടോസ്ഡ് ടുഗദർ. 2 ഡൈസ് ടോസ് ചെയ്തു. ദ പ്രോബിലിറ്റി ഓഫ് ദറ്റ് പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ഓൺ ഗിവൺ ഡൈ ഈസ് 12. ഇതുപോലത്തെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ എന്താ? 2 ഡൈസ് നമ്മളെന്ത് ചെയ്തു? ടോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 2 ഡൈസിലെ നമ്പർ വരുമ്പോൾ അത് ഇൻറ്റു ചെയ്യുമ്പോൾ 12 വരണം. ഡൈസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 to 6 ആണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യില്ല കേട്ടോ. അതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 1 to 6 ആണ് ഡൈസിലുള്ളത്. അപ്പോൾ 12 കിട്ടണമെങ്കിലുള്ള പോസിബിലിറ്റി ഏതൊക്കെയാണ്? 2 × 6, 3 ഇൻറ്റു എന്ത് വരും? 3 × 4 തിരിച്ച് 4 × 3, 6 × 2. ഇത്രയും പോസിബിലിറ്റി ഉള്ളൂ. മൊത്തം ഡൈസിൽ വരാനുള്ള നമ്മളെ പോസിബിലിറ്റി എന്താ? 36 ആണ്. അതിൽ നമുക്ക് എത്ര എണ്ണേ ഉള്ളൂ? 12 കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 4 ആണ്. എന്താണ്? 4 എണ്ണമാണ്. ഇതാണ് ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ. ഇതിനെ ഷോർട്ടാക്കി കഴിഞ്ഞാൽ 1/, എത്ര വരും? 9 വരും. 1/9 ആണ്. അപ്പോൾ ഏതാ നമ്മുടെ ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. എ നമ്പർ എക്സ് ഈസ് ചൂസൺ ഫ്രം 9, -7, -5, -3, -1, 0, 2, 3, 6. ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് എന്താണ്? മോഡ് എക്സ് <3. <3 ആയിട്ട് ഏതൊക്കെയുള്ളൂ? മോഡസ് <3. സോറി, ഇവിടെ >3 ആയിരിക്കണം അല്ലേ? 9 എന്ന് പറഞ്ഞാൽ <3 അല്ല. ഇതല്ല, ഇതിൻ്റെ മോഡ് എടുത്താൽ വരില്ല. 5 എടുത്താൽ വരില്ല. -3 അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. എന്ത് വരില്ല? -3 അതിലെന്ത് ചെയ്യില്ല? ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം എന്താ? -3 ഇവിടെ എന്താ? ലെസ് മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു ഇല്ല. അതിൻ്റെ മോഡ് എടുത്ത് എന്ത് വരും? 3 എന്ന് വരും. അത് ഈക്വൽ ടു അല്ലല്ലോ. ഈ 3 എടുത്താലും വരില്ല. അപ്പോൾ പോസിബിലിറ്റി എത്ര എണ്ണേ ഉള്ളൂ? ഈ 3 ആൾക്കാർ. ആരൊക്കെ? ഈ 3 ആൾക്കാർ. എന്താണ്? >3 വരെയുള്ള പോസിബിലിറ്റി എന്തേ ഉള്ളൂ? 3 ആൾക്കാരേ ഉള്ളൂ. മൊത്തം എത്ര പേരുണ്ട്? 1,
എത്ര ഇവിടെ 1 1 2 3 4 5 6 7 8 9 9 പേരിൽ 3 പേര് ഇതാണ് 3/9 ഈക്വൽ ടു 1/3. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ക്ലിയർ? ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു ക്വസ്റ്റ്യനും കൂടിയും ചെയ്യാം കേട്ടോ. 2 cube of each volume 8 centimeter cube are joined to end the surface area of resulting cuboid. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തറിയണം? ക്യൂബോയിഡിൻ്റെ എന്തറിയണം? സർഫസ് ഏരിയ ഉണ്ട്, അത് ആ വീഡിയോയിലുണ്ട്, നോക്കിയാൽ മതി. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളൂ? നമുക്ക് തന്നിട്ടുള്ള ക്യൂബിൻ്റെ വോളിയം എന്ന് എന്താ തന്നിട്ടുള്ളത്? ക്യൂബോയിഡിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൻ്റെയാണ് ക്യൂബോയിഡിൻ്റെയാണ്. ഓക്കെ, വോളിയം ഓഫ് ക്യൂബ് പറയണം, ക്യൂബോയിഡ് പറയണം. വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം എ ക്യൂബാണ്. അതെന്താ തന്നിട്ടുണ്ട്? 8 എന്ന് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. വോളിയം ഓഫ് ക്യൂബോയിഡ് ആണ്. എന്താണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്? എന്താണ്? നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ എന്താ? സർഫസ് ഏരിയ അല്ല ചോദിച്ചത്, വോളിയല്ല, സർഫസ് ഏരിയ ആണ് ചോദിച്ചത്. ഓക്കെ, എന്താണ് ചോദിച്ചത്? സർഫസ് ഏരിയ ആണ് ചോദിച്ചത്. എന്താണ്? സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെങ്ത്ത് ബ്രെഡ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഹൈറ്റ് പ്ലസ് ഹൈറ്റ് ലെങ്ത്ത്. ഇവിടെ എന്താ ഉണ്ടാവണമെന്ന് മനസ്സിലാവണേ. അതായത് ഒരു ക്യൂബ് വരയ്ക്കാറില്ല, ക്യൂബിൻ്റെ മുകൾ ഭാഗമാണെന്ന് വിചാരിക്കേ, ഇതാണെന്ന് വിചാരിക്കേ. ഈ 2 ക്യൂബിനെ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. 2 ക്യൂബിനെ ജോയിൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്കും ഉണ്ടാവും കേട്ടോ, ഇതിൻ്റെ താഴത്തേക്കും ഉണ്ടാവും. ഇങ്ങനെ ക്യൂബിൻ്റെ താഴത്തേക്ക് വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ ചോദിച്ചത്. ഇപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അതിന് എത്ര സൈഡ് ഉണ്ടാവും എന്നൊക്കെ നോക്കണം. അപ്പോൾ ഓരോന്നിൻ്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി ഇവിടെ ഇതിൻ്റെ എ എന്ന് പറഞ്ഞ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. അതായത് ഇത് ഈ ഒരു സാധനം 2 ജോയിൻ ചെയ്തല്ലേ, ഇതിൻ്റെ ഈ ഒരു സൈഡ് 2 ആണ്, ഈ സൈഡും 2 ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സൈഡ് 2 ആണ്, ഈ സൈഡും 2 ആണ്, ഈ സൈഡും 2 ആണ്. അപ്പോൾ ഇതിപ്പോൾ എന്തായി? ടോട്ടൽ ലെങ്ത്ത് ഇപ്പോൾ എത്രയായി? ഇത് ബ്രെഡ്ത്താണ്, ഇത് ലെങ്ത്താണ്. ഇത് ബ്രെഡ്ത്താണ്, ഇത് ലെങ്ത്താണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ആയില്ലേ? അപ്പോൾ ഇതേപോലെ ഇതിനൊരു ഹൈറ്റ് ഉണ്ട്, ഇത് ഹൈറ്റാന്ന് വിചാരിക്കുക. ആ ഹൈറ്റ് എത്രയാണ്? നോർമൽ ആ ക്യൂബിന് എത്രയായിരുന്നു ഹൈറ്റ്? അത് എ ആയിരുന്നു. അത് എത്രയായിരുന്നു? 2 ആണ്. അപ്പോൾ എല്ലാതും കിട്ടി അല്ലേ? ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ മതി, ആൻസറിലേക്ക് എത്താം. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ, 2 കൂടി ചേർന്നു. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ക്ലിയർ? നേരെ ഇക്വേഷനിലേക്ക് പോട്ടെ. ഇക്വേഷനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്താ പറയുക? ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആർക്കും കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ അറിയാത്ത ഒരാൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ 2 ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡ് എന്തായി? 2 കൂടി ചേർന്നപ്പോൾ അത് 2 ആയി. അപ്പോൾ 2 4 ആയി. ഹൈറ്റ് എന്ന് പറയുന്നതിന് മാറ്റമില്ല, ബ്രെഡ്ത്തിനും മാറ്റമില്ല. പക്ഷേ ഇത്രയും അറിഞ്ഞിട്ട് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യല്ല, സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ പോയി. അപ്പോൾ എന്തേ ഉള്ളൂ? ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു എന്ത് വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അതേപോലെ തന്നെ എഴുതാം, LB. അപ്പോൾ എന്താ? 2 ഇൻറ്റു 2 ലെങ്ത്ത് 4 ആണ്. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 2. ഓക്കെ, 4 ഇൻറ്റു 2 പ്ലസ് ഇനി എന്താ ചെയ്യേണ്ടത്? ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ബ്രെഡ്ത്തിനും ഹൈറ്റിനും മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2 തന്നെ. 2 ഇൻറ്റു 2 പ്ലസ് ബ്രാക്കറ്റ് ഒന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ എന്താ? ഹൈറ്റ് ഇൻറ്റു ലെങ്ത്ത്. ഹൈറ്റ് എന്ന് പറയുന്നത് 2 തന്നെയാണ്, ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. ക്ലിയർ? ഈക്വൽ ടു 2 4 2 8 പ്ലസ് 4 പ്ലസ് 8 8 8 16 4 20 എന്താണ്? 20. 2 ഇൻറ്റു 20 എത്ര വരും? 40 എന്ന് വരും. ഓപ്ഷനിലുണ്ടോ 40? നോക്കാം. ഓപ്ഷനിൽ 40 ഉണ്ട്. ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി.
അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. 100 വരെ മാത്സ് ആണ് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടുക, നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഈ രീതിയിൽ തന്നെ പോയാൽ മതിയോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. മുന്നത്തെ വീഡിയോയും കാണുക, അതിന് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ശരി, താങ്ക് യു. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. ശരി.